ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ബാക്കി വന്ന ചോറും ഗോതമ്പ് പൊടിയും കൊണ്ട് വീശിയടിക്കുകയോ കൈകൊണ്ട് ഒരുപാട് കുഴയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ നല്ല ലെയറോട് കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തയ്യാറാക്കി എടുക്കാം. മൈദ മാവ് കൊണ്ട് ചെയ്തെടുക്കുന്ന പൊറോട്ടയേക്കാൾ അധികം രുചികരമായി നമുക്ക് ഈ ഗോതമ്പ് പൊറോട്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചുമന്ന അരിയുടെയോ വെള്ള അരിയുടെയോ അല്ലെങ്കിൽ ബിരിയാണി റൈസിന്റെയോ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ചോറിന് 4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇതിലേക്ക് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞൊന്ന് നല്ല കളറൊന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് കുഴച്ചെടുക്കാം. ഈ മിക്സ് എല്ലാം കൂടി 2-3 ബാച്ചായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. ഇതാ ഇപ്പോൾ ഞാനിവിടെ മാവെല്ലാം ഇങ്ങനെയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നീട് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം. ഇതാ ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാവ് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇനി മാവൊന്ന് ഉരുട്ടി നീളത്തിലാക്കിയെടുക്കാം. മാവ് നന്നായിട്ട് തന്നെ വലിഞ്ഞു കിട്ടും. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഈക്വൽ ആയിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഓരോ കഷ്ണങ്ങളും എടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് എടുക്കാം. മുഴുവനും ഇങ്ങനെയൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നായി എടുത്തുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പറ്റാവുന്നത്ര മാക്സിമം നൈസായിട്ട് പരത്തിയെടുക്കാം. ഇടയ്ക്കൊക്കെ മാവൊന്ന് വിട്ടുപോകും, അതൊന്നും കാര്യമാക്കേണ്ട. ഇനി ഈ പരത്തിയെടുത്ത മാവിനെ ഒരു കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മുഴുവനായി കട്ട് ചെയ്യരുത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഓരോന്നായി കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെയും ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് നീളത്തിലൊന്ന് വലിച്ച് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം അകത്തോട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് ലോക്കാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് വെക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവൻ മാവും ഒന്ന് ചുറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോന്നായി എടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇങ്ങനെ ലെയറെല്ലാം നന്നായി തെളിഞ്ഞു കാണത്തക്ക രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഓരോ പൊറോട്ടയായി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പൊറോട്ടയുടെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പൊറോട്ട തിരിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇങ്ങനെ 3-4 പ്രാവശ്യമായി പൊറോട്ട തിരിച്ചും മറിച്ചും ഇട്ട് വേണം മൊരിയിച്ചെടുക്കാൻ. അപ്പോഴാണ് ലെയറെല്ലാം നന്നായിട്ടൊന്ന് വിട്ട് കിട്ടുക. ഇങ്ങനെ പൊറോട്ട മുഴുവനായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് ലെയറൊക്കെ കാണത്തക്ക രീതിയിൽ വേണമെന്ന് ചുട്ടെടുക്കാൻ. ഇപ്പോൾ മുഴുവൻ പൊറോട്ടയും ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. മൂന്നോ നാലോ പൊറോട്ട ഒരുമിച്ച് വെച്ച് കൊടുത്ത് കൈകൊണ്ട് അടിക്കാൻ പറ്റുന്ന ചൂടിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ പൊറോട്ടയുടെ ലെയറെല്ലാം നന്നായിട്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. കറി പോലും വേണ്ടാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പൊറോട്ട കഴിക്കാൻ സാധിക്കും. രുചികരമായ ഈ പൊറോട്ട ഒരു തവണയെങ്കിലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവനാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടിയൊന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്